നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് വാഹനാപകടത്തിൽ മരിച്ചു എന്നൊരു വാർത്തയുണ്ട്. ഷൈനും കുടുംബവും സഞ്ചരിച്ച കാർ ഇന്ന് പുലർച്ചെ സേലത്ത് വെച്ചാണ് അപകടത്തിൽപ്പെട്ടത്. ഷൈനിന്റെ കൈക്ക് പരിക്കേറ്റു എന്നാണ് അറിയുന്നത്. എറണാകുളത്ത് നിന്നും ബാംഗ്ലൂരിലേക്കുള്ള യാത്രക്കിടയിലായിരുന്നു അപകടം. ഇക്ബാൽ അറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളും. ഇക്ബാൽ അറക്കൽ, ഗുഡ് മോർണിംഗ്. ഇക്ബാൽ, വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. എപ്പോഴായിരുന്നു ഈ അപകടം നടന്നത്? ബാംഗ്ലൂരിലേക്കുള്ള യാത്രാമധ്യയായിരുന്നു? വാഹനത്തിൽ മറ്റാരൊക്കെ ഉണ്ടായിരുന്നു? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? അരുൺകുമാർ, ഇന്ന് പുലർച്ചെയായിരുന്നു ഷൈൻ ടോമും കുടുംബവും യാത്ര പോയിരുന്ന കാറ് അപകടത്തിൽപ്പെടുന്നത്. പുലർച്ചെ സേലം കഴിഞ്ഞതിന് പിന്നാലെ ഈ വാഹനത്തിലേക്ക് ഒരു ലോറി വന്നിടിക്കുകയായിരുന്നു. ട്രാക്ക് തെറ്റിച്ചെത്തിയ ലോറിയാണ് ഇത്തരത്തിൽ ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച വാഹനത്തിൽ വന്ന് ഇടിച്ചത്. അപകടത്തിൽ ഷൈൻ ടോം ചാക്കോയ്ക്കും പിതാവിനും അമ്മയ്ക്കും എല്ലാം പരിക്കേറ്റിരുന്നു. ഉടൻ തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് CP ചാക്കോ ആശുപത്രിയിൽ വെച്ച് മരിച്ചു എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാവുന്നത്. അപകടത്തിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് അതുപോലെ തന്നെ അമ്മയ്ക്കും ഷൈൻ ടോം ചാക്കോയുടെ സഹോദരനും വാഹനം ഓടിച്ചിരുന്ന വ്യക്തിക്കും നേരിയ രീതിയിൽ പരിക്കേറ്റുണ്ട്. ഷൈൻ ടോം ചാക്കോയുടെ കയ്യിലാണ് പരിക്കേറ്റുള്ളത്. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ്റെ മരണമാണ് ഇപ്പോൾ ആശുപത്രിയിൽ വെച്ച് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പരിക്കേറ്റുള്ള ഷൈൻ ടോം ചാക്കോയും അതുപോലെ തന്നെ അമ്മയെയും അതുപോലെ തന്നെ സഹോദരനെയും ധർമ്മപുരിയിലുള്ള മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതായാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇന്ന് പുലർച്ചെ 6 മണിയോടുകൂടി ബംഗളൂരിലേക്ക് പോകുന്ന യാത്രാമധ്യയാണ് സേലത്തിന് തൊട്ടപ്പുറത്ത് വെച്ച് ഇത്തരത്തിലൊരു വാഹനാപകടം ഉണ്ടാകുന്നത്. ട്രാക്ക് തെറ്റിച്ച് ദേശീയപാതയിലൂടെ എത്തിയ ഒരു ലോറി ഷൈൻ ടോം ചാക്കോയും കുടുംബം സഞ്ചരിച്ചിരുന്ന ഈ കാറിൽ വന്ന് ഇടിക്കുകയായിരുന്നു. ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ അപകടത്തിൽ പരിക്കേറ്റ മുഴുവൻ പേരെയും ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ ആശുപത്രിയിൽ എത്തിയ ഉടൻ തന്നെ ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. വാഹനം ഓടിച്ചിരുന്നത് ഷൈൻ ടോം ചാക്കോയുടെ അസിസ്റ്റൻ്റ് ആണ് എന്നാണ് നിലവിൽ ലഭ്യമാവുന്ന വിവരം. ഈ അസിസ്റ്റൻ്റിനൊപ്പം മുൻനിരയിൽ ഉണ്ടായിരുന്നത് ഷൈൻ ടോം ചാക്കോയുടെ സഹോദരനാണ്. സെൻറ്റർ ഭാഗത്തായിരുന്നു, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ മധ്യഭാഗത്തായിരുന്നു ഷൈൻ ടോം ചാക്കോയുടെ അമ്മയും അതുപോലെ തന്നെ അച്ഛനും ഇരുന്നിരുന്നത്. വാഹനത്തിൻ്റെ പിറകിലെ സീറ്റിലായിരുന്നു ഷൈൻ ടോം ചാക്കോ കിടന്നിരുന്നത്. ഈ അപകടത്തിൽ ഷൈൻ ടോം ചാക്കോയുടെ അച്ഛനാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോയ്ക്ക് കൈക്ക് പരിക്കേറ്റുണ്ട്. കൈക്ക് ശസ്ത്രക്രിയ വേണം എന്നുള്ളതാണ് നിലവിൽ ധർമ്മപുരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ള വിവരം എന്ന് പറയുന്നത്. അമ്മയ്ക്കും സഹോദരനും വാഹനം ഓടിച്ചിരുന്ന അസിസ്റ്റന്റിനും നേരിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോയുടെ ചികിത്സയ്ക്ക് വേണ്ടി ബാംഗ്ലൂരിലേക്ക് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത്. തൊടുപുഴയിലുള്ള ചികിത്സ പൂർത്തിയാക്കിയതിനു ശേഷം പിന്നീട് തുടർ ചികിത്സകൾക്ക് വേണ്ടിയാണ് ബാംഗ്ലൂരിലേക്ക് പോയിക്കൊണ്ടിരുന്നതെന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം. അങ്ങനെ ബാംഗ്ലൂരിലേക്ക് പോകുന്നതിനിടയിലാണ് സേലം ബംഗളൂരു ദേശീയപാതയിൽ വെച്ച് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിക്കുന്നത്. ട്രാക്ക് തിരിച്ചെത്തിയ ലോറി ഈ വാഹനത്തിൻ്റെ മുൻവശത്ത് ഇടിക്കുകയായിരുന്നു. ഈ അപകടം സംഭവിച്ച ഉടൻ തന്നെ വാഹനത്തിലുണ്ടായിരുന്നവർക്ക് പരിക്കേൽക്കുന്നു. ഉടൻ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ, സമീപത്തുണ്ടായിരുന്ന പോലീസുകാരുടെ നേതൃത്വത്തിൽ പരിക്കേറ്റ മുഴുവൻ ആളുകളെയും ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് CP ചാക്കോ മരിച്ചു. ഇപ്പോൾ അപകടത്തിൽ പരിക്കേറ്റുള്ള ഷൈൻ ടോം ചാക്കോയും അതുപോലെ തന്നെ അമ്മയെയും സഹോദരനെയും അസിസ്റ്റന്റും വാഹനം ഓടിച്ചിരുന്ന അസിസ്റ്റന്റിനെയും ഇപ്പോൾ ധർമ്മപുരിയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് അരുൺകുമാർ മാറ്റിയിട്ടുള്ളത്. തൊടുപുഴയിലായിരുന്നു അല്ലേ ഏറെക്കാലം ഇപ്പോൾ ആ കേസിന് ശേഷം ഷൈൻ ടോം ചാക്കോ ചികിത്സയിലുണ്ടായിരുന്നത് അല്ലേ ഇക്ബാൽ? അതിനുശേഷം തുടർ ചികിത്സ ബാംഗ്ലൂരിൽ നടത്താൻ വേണ്ടി കുടുംബസമേതം പോകുമ്പോഴാണ് സേലത്ത് വെച്ച് അപകടം ഉണ്ടാവുന്നത്. ഇന്ന് പുലർച്ചെ വാഹനം മറ്റോ അമിത വേഗതയിലോ അതോ ഉറങ്ങിപ്പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തതാണോ കാരണം? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നുണ്ടോ? അരുൺകുമാർ, അതായത് ഷൈൻ ടോം ചാക്കോ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തൊടുപുഴയിൽ ചികിത്സയിലായിരുന്നു. ആ ചികിത്സ പൂർത്തിയാക്കിയതിനു ശേഷം പിന്നീട് തുടർ ചികിത്സകൾ ബാംഗ്ലൂരിൽ നടത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് രാവിലെയോടുകൂടി കുടുംബം എറണാകുളത്ത് നിന്നും ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ചതെന്നാണ് ലഭ്യമാവുന്ന വിവരം. അങ്ങനെ ബാംഗ്ലൂരിലേക്ക് പോകുന്നതിനിടയിൽ സേലം പിന്നിട്ട് സേലം ബംഗളൂരു ദേശീയപാതയിൽ കയറിയ ഉടനെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. എതിർദിശയിൽ ഒരു വാഹനം ലോറി അത് ട്രാക്ക് തെറ്റിച്ച് ഈ വാഹനത്തിൽ വന്ന് ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് അവിടെയുള്ള നാട്ടുകാരിൽ നിന്നും അതുപോലെ തന്നെ പ്രാദേശിക ലേഖകരിൽ നിന്നും നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം. ആ ലോറിയാണ് ഈ അപകടം ഉണ്ടാക്കിയിട്ടുള്ളത്. ഷൈൻ ടോം ചാക്കോവിൻ്റെ അസിസ്റ്റൻ്റാണ് ഇവരുടെ വാഹനം, കാർ ഓടിച്ചിരുന്നത്. ആ വാഹനം പോകുന്നതിനിടയിൽ ഈ ദിശ മാറി എത്തിയ ലോറി അത് ഈ കാറിൽ വന്ന് ഇടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായെന്നാണ് നിലവിൽ പ്രാദേശികമായി അവിടെ നിന്ന് സേലത്തിന് അടുത്തുനിന്ന് ലഭ്യമാവുന്ന വിവരമായിരുന്നു. വളരെ സങ്കടകരമായ ഒരു വാർത്തയായിപ്പോയി. നമ്മൾ ഷൈൻ ടോം ചാക്കോയുടെ കേസുമായി ബന്ധപ്പെട്ട് ആ വീട്ടിൽ പോകുന്ന സമയത്ത് ജെയ്സനോടൊക്കെ ഷൈൻ്റെ ഈ അച്ഛൻ സംസാരിച്ചിട്ടുണ്ട്. നിർഭാഗ്യകരമായ കാര്യം, ഷൈൻ ടോം ചാക്കോയെ തിരികെ മയക്കുമരുന്നിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം കുടുംബം ചേർന്ന് തന്നെ നടത്തുന്നതിനിടയിലാണ് ഈ ദുരന്ത വാർത്ത എത്തുന്നത്. സേലത്ത് വെച്ചായിരുന്നു അപകടം. ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത് എന്നാണ് ഇക്ബാൽ റിപ്പോർട്ട് ചെയ്യുന്നത്.